ലഹരി പരിശോധനയ്ക്കിടെ പോലീസിനെ ആക്രമിച്ചതിന് കസ്റ്റഡിയിലായ യൂത്ത് ലീഗ് നേതാവ് പി.കെ. ഫിറോസിന്റെ സഹോദരൻ പി.കെ. ബുജൈർ റിമാൻഡിൽ. സഹോദരനെ തള്ളിപ്പറഞ്ഞ് ഫിറോസ് രംഗത്തെത്തി. ബുജൈർ തെറ്റ് ചെയ്തെങ്കിൽ മാതൃകാപരമായ ശിക്ഷ നൽകണമെന്ന് ഫിറോസ് ആവശ്യപ്പെട്ടു. വിഷയത്തിൽ ഫിറോസിന്റെ രാജി ആവശ്യപ്പെട്ട് കെ.ടി. ജലീലും ബിനീഷ് കോടിയേരിയും രംഗത്തെത്തിയിരുന്നു. കഴിഞ്ഞ ദിവസം വൈകിട്ട് കോഴിക്കോട് കുന്നമംഗലം ചൂലാംവയൽ ബസ് സ്റ്റോപ്പിന് സമീപത്തായിരുന്നു സംഭവം. പി.കെ. ബുജൈർ ലഹരി വിൽപ്പന നടത്തുന്നുണ്ടെന്ന രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പരിശോധനയ്ക്കെത്തിയതായിരുന്നു കുന്നമംഗലം പോലീസ്. ഇരുചക്രവാഹനം പരിശോധിക്കുന്നതിനിടെ പ്രകോപിതനായ ബുജൈർ സിവിൽ പോലീസ് ഓഫീസർ അനീഷിനെ മർദ്ദിച്ചു. ബുജൈറിന്റെ പക്കൽ നിന്ന് ലഹരി പൊതിയാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ കണ്ടെടുത്തു. ലഹരി ഇടപാട് കേസിലെ പ്രതിയും ചൂലാംവയൽ സ്വദേശിയുമായ റിയാസിന്റെ കുറ്റസമ്മത മൊഴിയിൽ നിന്നാണ് പി.കെ. ബുജൈറിലേക്ക് അന്വേഷണം എത്തിയത്. ഡ്യൂട്ടിയിലുള്ള ഉദ്യോഗസ്ഥനെ ആക്രമിക്കുകയും പോലീസിന്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിനുമെതിരായി ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തു. കുന്നമംഗലം 1-ാം ക്ലാസ് മജിസ്ട്രേറ്റിന്റെ വസതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. സഹോദരനെ താനോ കുടുംബമോ സംരക്ഷിക്കില്ല, കുറ്റം ചെയ്തെങ്കിൽ മാതൃകാപരമായ ശിക്ഷ നൽകണമെന്ന് പി.കെ. ഫിറോസ്. ഏതെങ്കിലും നിലക്ക് ഞാനൊരു ഇടപെടൽ നടത്തി എന്ന് ആരെങ്കിലും പറയട്ടെ, അത് നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ എന്ന വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള നിലപാടാണ് ഇക്കാര്യത്തിൽ എനിക്കുള്ളത്. അതിനകത്ത് യാതൊരു തരത്തിലുള്ള ഇടപെടലും ഞങ്ങൾ വരുന്നില്ല. സഹോദരനുമൊത്ത് ലഹരിക്കേസിൽ ആരോപിക്കപ്പെട്ട റിയാസിനെ CPM നേതാക്കളാണ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറക്കിക്കൊണ്ടുപോയതെന്നും ഫിറോസ് ആരോപിച്ചു. ഇനി മറ്റെന്തെങ്കിലും കുറ്റകൃത്യത്തിലും അദ്ദേഹം പങ്കാളിയായിട്ടുണ്ടെങ്കിൽ, ഈ കേസിൽ മാത്രമല്ല ഏത് കുറ്റകൃത്യം അദ്ദേഹം ചെയ്തിട്ടുണ്ടെങ്കിലും പോലീസ് അന്വേഷിച്ച് അദ്ദേഹത്തിന് മാതൃകാപരമായ ശിക്ഷ വാങ്ങിച്ചു കൊടുക്കണം. സംഭവത്തിൽ ഫിറോസ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ബിനീഷ് കോടിയേരി രംഗത്തെത്തി. ഇത്തരത്തിലുള്ള കേസുകളൊക്കെ വരികയാണെങ്കിൽ രാഷ്ട്രീയ നേതൃത്വത്തിൽ ഉൾപ്പെടെ പ്രവർത്തിക്കുന്നവർ, രാഷ്ട്രീയ നേതൃത്വത്തിലുള്ളവർ രാജിവെച്ച് മാതൃക കാണിക്കണമെന്നാണ് അദ്ദേഹം മുൻപ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ശ്രീ പി കെ ഫിറോസ് അദ്ദേഹത്തിന്റെ അനുജനെ ഈ നർക്കോട്ടിക് കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റുമായി ബന്ധപ്പെട്ട് രാജിവെച്ച് മാതൃക കാണിക്കുമോ? ബുജൈറിന്റെ സാമ്പത്തിക സ്രോതസ് അന്വേഷിക്കണമെന്നും ആവശ്യപ്പെട്ടു. കത്വ ഉന്നാവോ ഫണ്ട് മുക്കി മണിമാളിക പണിതയാളുടെ സഹോദരൻ ലഹരിക്കേസിൽ ഒത്താശ ചെയ്യുന്നത് സ്വാഭാവികമെന്ന് കെ.ടി. ജലീലും ഫേസ്ബുക്കിൽ കുറിച്ചു. ന്യൂസ് 18 കോഴിക്കോട്. നിക്ഷേപ